പഞ്ചതീർത്ഥ പരാശക്തി ദേവസ്ഥാനം അഥവാ അഞ്ചുകുഴി ക്ഷേത്രം കോട്ടയം ജില്ലയിലെ എരുമേലിയിൽ നിന്ന് 3 കിലോമീറ്റർ മാറിയുള്ള ചെറുവള്ളി എസ്റ്റേറ്റിലാണ് ഈ ഒരു പുരാതനമായ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അഞ്ചുകുഴി വെള്ളച്ചാട്ടത്തിനോട് ചേർന്ന് നിൽക്കുന്ന പഞ്ചതീർത്ഥ പരാശക്തി ദേവസ്ഥാനത്തിന് വളരെ പ്രത്യേകതകളുണ്ട്. പണ്ട് പഞ്ചപാണ്ഡവന്മാർ 5 കുളങ്ങളിലായി സ്നാനം ചെയ്യുകയും ഇവിടുത്തെ പരാശക്തി ദേവതയെ ആരാധിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. ആ 5 കുളങ്ങളാലാണ് ഇവിടെ അഞ്ചുകുഴി എന്ന പേര് വന്നത് എന്നാണ് പറയപ്പെടുന്നത്. 5 അരുവികളിൽ നിന്നും ഉത്ഭവിച്ചു വരുന്ന വെള്ളമുള്ളത് കൊണ്ട് പഞ്ചതീർത്ഥ പരാശക്തി ക്ഷേത്രം എന്നും വിളിക്കുന്നു. വിഗ്രഹപ്രതിഷ്ഠ ഇല്ലാതെ ആദിപരാശക്തിയാണ് ഇവിടെ വിളക്ക് വെച്ച് ആരാധിക്കുന്നത്. എല്ലാ വെള്ളിയാഴ്ചകളിലും 100 കണക്കിന് വിളക്കുകൾ തെളിച്ചു നടക്കുന്ന വിശേഷാൽ പൂജകളാണ് ഇവിടുത്തെ പ്രധാന ചടങ്ങ്. ഇവിടുത്തെ പ്രധാന ദേവത പരാശക്തിയാണ്. കൂടാതെ സമീപത്തുള്ള പഞ്ചവനത്തിൽ പഞ്ചവന ശാസ്താവ് എന്നൊരു സങ്കല്പവുമുണ്ട്. ഈ വനത്തിന്റെയും ക്ഷേത്രത്തിന്റെയും സംരക്ഷകനായിട്ടാണ് ശാസ്താവിനെ ആരാധിക്കുന്നത്. വീഡിയോഗ്രാഫി, ഫോട്ടോഗ്രാഫി ഒന്നും ക്ഷേത്രത്തിനുള്ളിലേക്ക് അനുവദിക്കുന്നതല്ല. അതുകൊണ്ട് വരുന്നവർ മാക്സിമം ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ഭാഗത്തു നിന്നും എടുക്കാൻ ശ്രമിക്കുക. ക്ഷേത്ര കമ്മിറ്റിയിൽ അംഗങ്ങളൊക്കെ കുറവാണ്, അപ്പോൾ അവർ പറയുന്നത് മാക്സിമം ശ്രദ്ധിക്കാൻ നോക്കുക. രാവിലെ 11 മണി വരെ ക്ഷേത്രനട തുറന്നിരിക്കത്തുള്ളൂ. 11 മണി കഴിഞ്ഞാൽ നട അടയ്ക്കും. നട അടച്ചു കഴിഞ്ഞാൽ ക്ഷേത്രത്തിലേക്ക് കയറാൻ പറ്റില്ല. ഈ വെള്ളച്ചാട്ടത്തിന് കുറുകെ ഒരു പാലമുണ്ട്. ആ പാലം കടന്നാൽ മാത്രമേ ക്ഷേത്രത്തിലേക്ക് എത്താൻ പറ്റൂ. അപ്പോൾ 11 മണി കഴിഞ്ഞാൽ ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങൾ ആ ഒരു ഗേറ്റ് അടയ്ക്കും, ആ ഒരു പാലത്തിന് കുറുകെ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വന്ന് വെള്ളച്ചാട്ടം മാത്രം കണ്ടിട്ട് തിരികെ പോകേണ്ടി വരും. ക്ഷേത്ര ദർശനം നടക്കില്ല. അപ്പോൾ വരുന്നവർ ആ ഒരു സമയം കൂടെ കണക്കാക്കി വരിക. ഇവിടെ സന്ദർശകർ കൂടുതലെത്തുന്നതും മഴക്കാലത്താണ്. കാര്യം ഈ ഒരു വെള്ളച്ചാട്ടം കാണാൻ മഴക്കാലത്ത് ഈ ഒരു വെള്ളച്ചാട്ടം അതീവ ഭംഗിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവുന്നുണ്ടാവുമല്ലോ. ഇവിടെ വരാൻ പ്ലാൻ ചെയ്യുന്നവർ എന്തായാലും ഇതൊരു ക്ഷേത്രമാണ്, ഒരു ടൂറിസ്റ്റ് കേന്ദ്രമല്ല എന്ന് പ്രത്യേകം ഓർമ്മിച്ച് ക്ഷേത്രത്തിനും ക്ഷേത്രാംഗങ്ങൾക്കൊന്നും ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ വന്ന് തിരിച്ചു പോകാൻ ശ്രമിക്കും. അപ്പോൾ അത്രയൊക്കെ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ. നമുക്കിനി അടുത്തൊരു നല്ല വീഡിയോ കാണാം. അണ്ടിൽ ദെൻ ബൈ.